ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നല്ല കോരി ചൊരിയുന്ന മഴയത്ത് ബോറടിച്ചിരിക്കുമ്പോൾ ഇതുപോലെ നല്ല ആവി പറക്കുന്ന ചായയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കടിയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം കുശാലല്ലേ. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ റേഷൻ കടല വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് പേരുടെ വീട്ടിൽ ഈ ഒരു കടല സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലോണം കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാണ്. അപ്പോൾ തലേന്ന് രാത്രി തന്നെ കുതിരാൻ വെച്ചാൽ നമ്മൾ പിറ്റേന്ന് ഉച്ച വരെയൊക്കെ ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതിൻ്റെ തൊലി മാറ്റിക്കളയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് കുറേ ചെയ്യുമ്പോൾ കൈ വേദനിക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ടൊക്കെ ഏൽപ്പിക്കാം ഈ ഒരു ജോലിയൊക്കെ. അവർ ടി വിയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി എടുത്തോളും. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഏൽപ്പിക്കാം കേട്ടോ. ഒരുപാട് നേരം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കൈ വേദനിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പരിപ്പ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. കടലപ്പരിപ്പ്, തുവരപ്പരിപ്പല്ല. അപ്പോൾ കടലപ്പരിപ്പ് നമുക്ക് വറുക്കാത്ത കടലപ്പരിപ്പ് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് പരിപ്പ് വടയല്ല കേട്ടോ സംഭവം. പരിപ്പ് വട നമ്മൾ തുവരപ്പരിപ്പ് അതുപോലെ മട്ടർ പീസൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. ഇത് നമ്മൾ കടലപ്പരിപ്പ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ചട്ടമ്പട എന്നാണ് കേട്ടോ ഇതിന് പറയാറുള്ളത്. അപ്പോൾ മാംഗ്ലൂർ ഭാഗത്ത് അതുപോലെ കർണാടക ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതൽ ചെയ്യാറുള്ളൊരു സംഭവമാണ് ഈ ഒരു ചട്ടമ്പട. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പരിപ്പ് വടയേക്കാളൊക്കെ ഒരു ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഞാൻ മൊത്തം ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 കപ്പോളം എടുക്കാം കേട്ടോ. പരിപ്പാണെങ്കിലും കടലപ്പരിപ്പാണെങ്കിലും അതുപോലെ നമ്മൾ കടല വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിലും 2 കപ്പ് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കടലപ്പരിപ്പ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അപ്പോൾ ഇത് വറുക്കാത്ത കടലയാണ്. നമ്മൾ പെരുന്നാളിനൊക്കെ അപ്പമൊക്കെ ഉണ്ടാക്കുന്നത് വറുത്ത കടല വെച്ചിട്ടാണ്. അപ്പോൾ ഇത് വറുക്കാത്ത കടലയാണ്. അപ്പോൾ മൊത്തം ഇതുപോലെ ഇതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി തൊലി ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. പിന്നെ അതുപോലെ നമുക്കിതിൻ്റെ കൂടെ വേറൊരു കാര്യങ്ങളും കൂടെ വേണം. കുതിരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1/4 കപ്പോളം ഉഴുന്ന് പരിപ്പും കൂടെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു 2 മണിക്കൂറൊക്കെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഉഴുന്ന് പരിപ്പാണെങ്കിലും കടല പരിപ്പാണെങ്കിലും. ഈ ഒരു കടല ആയതുകൊണ്ട് മാത്രമാണ് ഒരു രാത്രി ഫുള്ളൊക്കെ നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. പിന്നെ നമ്മളിത് രണ്ടും കൂടെ ഈ ഒരു കടലപ്പരിപ്പും അതുപോലെ ഉഴുന്ന് പരിപ്പും ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് വെള്ളം വാലാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാകരുത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇതുപോലെ വാലാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. ഒരു ഓൾമോസ്റ്റ് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഇതുപോലെ ഇട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ചരിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഇതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമ്മളിത് മിക്സിയുടെ ആ ഒരു ചെറിയ ബ്ലെൻഡറിൽ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ കുറേ പേര് ഇതിൻ്റെ ആ ഒരു തൊലി മാറ്റാതെ അങ്ങനെ തന്നെ വേറെ ഇതുപോലെ എന്തൊക്കെയോ സ്നാക്കൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കത് അത്ര കാണുമ്പോൾ തന്നെ അത്ര രസമായിട്ട് തോന്നുന്നില്ല ഒരു തൊലിയോട് കൂടിയിട്ടുള്ള സംഭവം. ഇതാണെങ്കിൽ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഒരു 1 മുതൽ 3 വരെ എണ്ണാനുള്ള സമയം അത്രമാത്രം ഒന്ന് മിക്സി ഓൺ ചെയ്യുക. എന്നിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യുക. വീണ്ടും അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അതേപോലെ ചെയ്യുക. അത്രമാത്രം ചെയ്താൽ മതി കേട്ടോ. നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് 2 പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ പീസസൊക്കെ ആ ഒരു പരിപ്പിൻ്റെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നല്ലോണം പേസ്റ്റാക്കി എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ഒരു തരിതരിപ്പോടെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിതൊന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളമൊക്കെ വാർന്നെടുത്ത ശേഷം ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ലൂസായി പോകും. പിന്നെ അതുപോലെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കേണ്ട. കുറേശ്ശെയായിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ മൊത്തം ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യമായിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുത്തത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ആ ഒരു പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് ആയി കിട്ടിയാൽ മതി. ലൂസായിട്ടൊന്നുമില്ല, കറക്റ്റ് പാകത്തിന് തന്നെ ഉണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതും അതുപോലെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 നല്ല വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്ന അത്രത്തോളം ചെറുതാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുക്കുക. അതുപോലെ ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില.
ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്കിതിലോട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു 1/4 ടീസ്പൂണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ ചേരുവയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് ഒരു ഇച്ചിരി ലൂസായാൽ തന്നെ 1 ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് അവിൽ ചേർത്ത് കൊടുക്കാം. വേറൊരു ഓപ്ഷന് 1 ടേബിൾ സ്പൂണ് റൈസ് ഫ്ലോർ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഈ ഒരു ഷേപ്പ് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ സാധാരണ ബോൾസ് ആക്കിയിട്ട് ചെറുതായിട്ട് നുള്ളിയെടുക്കും പോലെ അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാറുമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പാക്കി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മൊത്തം ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് 18 ഇതുപോലുള്ള ചട്ടമ്പട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും ഇട്ട പാടെ തന്നെ നമ്മൾ അതിലോട്ട് തവിയൊന്നും വെച്ച് ഇളക്കരുത്. ഒരു മിനിറ്റൊക്കെ ഒന്ന് ആയതിനു ശേഷം മെല്ലെ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗം കൂടെ മുരിഞ്ഞ് വരുമ്പോൾ ഇതിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്. 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചട്ടമ്പടയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പരിപ്പ് വടയേക്കാളൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. കുറച്ച് കൂടുതൽ ടേസ്റ്റും ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഒരുപാട് റേഷൻ കടലയൊക്കെ സ്റ്റോക്കും ഉണ്ടാവും. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.